കിഫ്ബി വെന്റിലേറ്ററിലാണെന്നും സംസ്ഥാനത്തെ കടത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിവിടുമെന്നും നിയമസഭയിൽ പ്രതിപക്ഷം. കെ ഫോണിന് പിന്നാലെ കെ ടോൾ എന്നും പരിഹാസം. അതേസമയം ടോൾ പിരിവിനെ സഭയിൽ ധനമന്ത്രി ന്യായീകരിച്ചു. പ്രതിപക്ഷം കിഫ്ബിയെ കഴുത്തുഞെരിച്ചു കൊല്ലുകയാണെന്നും പ്രതിപക്ഷ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം വികസനം നടന്നിട്ടുള്ളതെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നതിന്റെ ഭാഗമായി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് വിഷയം സഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത്. കിഫ്ബി സർക്കാരിന് ബാധ്യതയായി മാറുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്ന് റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കെ ഫോണിന് പിന്നാലെ കെ ടോളും സംസ്ഥാനത്ത് നടപ്പാക്കുന്നുവെന്ന് പരിഹാസം. ഇപ്പോൾ കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുമെന്നാണ് ഏറ്റവും ഒടുവിലെ വാർത്ത. കെ റെയിലും കെ ഫോണും കെ ഹോമിനും ഒക്കെ ശേഷം ഇപ്പോൾ കേരളത്തിൽ കെ ടോൾ വരാൻ പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ കാണുന്നത്. 50 കോടിക്ക് മേലെയുള്ള എല്ലാ റോഡുകൾ പദ്ധതികളിലും ടോൾ ഏർപ്പെടുത്താൻ പോകുന്നുവെന്നാണ് വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചത്. സർ, ഈ റോഡുകൾ പ്രധാനമായും അങ്ങയുടെ മറുപടിയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റോഡുകൾ പ്രധാനമായും നിർമ്മിക്കപ്പെടുന്നത് മലയോര മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അധിക നികുതി ഭാരം അല്ലെങ്കിൽ ഈ ടോളിന്റെ ഭാരം ഈ മലയോര തീരദേശ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ടാണോ സർക്കാരും കിഫ്ബിയും പ്ലാൻ ചെയ്യുന്നതെന്ന് അങ്ങ് ദയവ് ചെയ്ത് പറയണം. മറുപടി പറഞ്ഞ ധനമന്ത്രിയാകട്ടെ കിഫ്ബിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് തിരിച്ചടിച്ചു. പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം വികസനങ്ങൾ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞ ധനമന്ത്രി കിഫ്ബിയുടെ ടോൾ പിരിവിനെ ന്യായീകരിക്കുകയും ചെയ്തു. കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനം കണ്ടെത്തിയേ മതിയാകുമെന്ന് ധനമന്ത്രി സഭയെ അറിയിച്ചു. നിങ്ങളെല്ലാം വ്യക്തിപരമായി പറയുമ്പോൾ കിഫ്ബിയുടെ കാര്യവും മറ്റു വർക്കിന്റെ കാര്യവും പറയുന്നല്ലോ, വർക്കുകൾ നടക്കുന്നില്ലേ? അന്നുണ്ടായിരുന്ന സാഹചര്യമാണ് ഇപ്പോൾ. സാർ, അന്നുണ്ടായിരുന്ന സാഹചര്യമല്ല, ഇത് മൊത്തം വെട്ടിക്കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചതിന്റെ ഭാഗമാണ്. പക്ഷേ കിഫ്ബി നിർത്തി പുറകോട്ട് പോകാനല്ല, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് തന്നെയാണ് കാണുന്നത്. ധനമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് സ്പീക്കർ അറിയിച്ചു. തുടർന്ന് വാക്കൌട്ട് പ്രസംഗം നടത്തിയ പ്രതിപക്ഷ നേതാവ് അത് രൂക്ഷ വിമർശനം നടത്തി. ഭരണപക്ഷത്തിന്റെ തറവാട്ടിൽ നിന്നുള്ള തുകയല്ല കിഫ്ബിക്കായി വിനിയോഗിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. കിഫ്ബി വെന്റിലേറ്ററിലാണെന്നും സംസ്ഥാനത്തെ കടത്തിന്റെ കാണാക്കയത്തിലേക്ക് തള്ളിവിടുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് സംസ്ഥാനം വീണുപോകുന്ന സ്ഥിതി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത് ഇവിടെ ഗൗരവതരമായി ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.